പലരും പറയും വേദാന്തം കേൾക്കാൻ താല്പര്യമില്ല, വേദാന്തം കേട്ടാൽ ജീവിതത്തിൽ എന്തെങ്കിലും ആകുമോ, ജോലി ചെയ്ത് വേണ്ടേ ജീവിക്കാൻ എന്ന്. വളരെ ശരിയാണ്. ജോലി ചെയ്താലേ ജീവിക്കാനുള്ള മാർഗം ഉണ്ടാവുകയുള്ളൂ. വേദാന്തം കേട്ടാൽ ജീവിക്കാനുള്ള മാർഗം ഉണ്ടാവുകയില്ല. എന്നാൽ വേദാന്തം കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാമോ? നമ്മൾ ഈ ജീവിക്കുന്ന സാഹചര്യത്തിൽ ധാരാളം നമുക്ക് നെഗറ്റീവായിട്ടുള്ള ധാരാളം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് നമ്മുടെ മനസ്സിനെ തളർത്തി ജീവിതത്തെ ഒരു മൂലയ്ക്ക് മാറ്റിയിരുത്തും. ആ സമയത്ത് വേദാന്ത വാക്യങ്ങൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, കുട്ടിക്കാലത്തെ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേദാന്തമായിരിക്കും നമ്മളെ ജീവിതത്തിൽ ബലപ്പെടുത്തുന്നത്. നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുവാനും തളർന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ മുന്നോട്ട് വീണ്ടും പ്രയത്നത്തിലേക്ക് കൊണ്ടുവന്ന് വിജയത്തിലേക്ക് എത്തിക്കുവാനും വേദാന്ത വാക്യാർത്ഥം മാത്രമേ ജീവിതത്തിൽ ഉതകുകയുള്ളൂ. അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് തന്നെ ഭൗതികതയും ആത്മീയതയും ഒരു ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളായി, ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളായി നാം കൊണ്ടുപോകേണ്ടത്. ഭൗതികതയിലൂടെ നാം സമ്പാദിക്കുകയും ജീവിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ അതിനും നെഗറ്റീവായിട്ട്, അതിന് വിപരീതമായിട്ട് ജീവിതത്തിൽ ധാരാളം ദുഃഖങ്ങളും ദുരിതങ്ങളും സംഭവിക്കും. ആ സമയത്ത് ആ വേദാന്ത വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിനെ ബലപ്പെടുത്തുകയും ആത്മഹത്യയെയും ഒറ്റപ്പെടലും ഡിപ്രഷനും പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നു.